നമസ്കാരം. ആയാറാം ഗയാറാം. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പ്രയോഗം സുപരിചിതമാണ്. 1967 ആണ് ഇങ്ങനെ ഒരു പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി കേട്ടത്. ഹരിയാനയിലെ ഹോഡലിൽ നിന്നുള്ള നിയമസഭാ അംഗമായ ഗയാലാൽ 1967 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉടനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ഗയാലാൽ കേവലം 9 മണിക്കൂറിനിടെ 3 തവണയാണ് പാർട്ടി മാറിയത്. ഇതോടെയായിരുന്നു ഈ പ്രയോഗത്തിൻ്റെ തുടക്കം. പിന്നീട് ഇങ്ങോട്ട് ആയാറാം ഗയാറാം പ്രയോഗം പലപ്പോഴായി പലർക്കും ചാർത്തപ്പെട്ടു. അത്തരം ചാഞ്ചാട്ടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാക്കളിൽ ഒരാളാണ് നിതീഷ് കുമാർ. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് രാവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മഹാസഖ്യ സർക്കാർ പിരിച്ചുവിട്ടു. വൈകിട്ട് BJPയുടെ കൂട്ടുപിടിച്ച് NDAയുടെ മുഖ്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റു. നിയമസഭയിലെ അംഗബലത്തിൽ ഇപ്പോൾ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന നിതീഷ് 11 വർഷത്തിനിടെ ഈ ചാഞ്ചാട്ടങ്ങളിലൂടെ 6ാം തവണയാണ് മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത്. ഇപ്പോൾ നിതീഷിനെ ഇങ്ങനെയൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത് എന്താണ്? ദ ഇലക്ഷൻ ചാനൽ വിശദമായി പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കുന്നത് നിതീഷിൻ്റെ ചാഞ്ചാട്ടം എന്ന വിഷയം തന്നെയാണ്. നിതീഷിൻ്റെ ചാടിക്കളികൾ എന്നുള്ളതാണ്. ഇന്ന് ഈ വിഷയവുമായി നിങ്ങളോട് പങ്കുചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ R. കിരൺ ബാബുവാണ്. കിരൺ തുടക്കത്തിൽ സൂചിപ്പിച്ച ആയാറാം ഗയാറാം അത് ഉത്തരേന്ത്യയിൽ ഒട്ടും അപരിചിതമായ ഒരു പ്രയോഗമല്ല. ഒരുപക്ഷെ കേരളത്തിലും ഏതാണ്ട് ആ തരത്തിലൊക്കെയുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ഇത്തരം ചടുലമായ നീക്കങ്ങളൊക്കെ അത്ര സുപരിചിതമല്ല. ഏറ്റവും ഒടുവിലെ നിതീഷ് കുമാറിൻ്റെ ഈ നീക്കം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അഭിലാഷ് ചോദിച്ച ആയാറാം ഗയാറാം എന്ന് പറഞ്ഞ ആ പ്രയോഗം ഹരിയാനയിൽ നിന്ന് അതിൻ്റെ കഥയടക്കം അഭിലാഷ് പറഞ്ഞു. ഈ ആയാറാം ഗയാറാം പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ച ആളാര് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം നിതീഷ് കുമാർ എന്നാണ്. പലരും പാർട്ടിയൊക്കെ മാറിയിട്ടുണ്ട്, അത് വേറെ മറ്റ് പല സ്ഥാനങ്ങൾക്ക് വേണ്ടിയും വേണം, പല തവണ മാറിയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ചാടിയാലും അത് മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു ചാട്ടം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും ഇത്ര തവണ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു 10-18 വർഷത്തിനിടയിൽ വളരെ മാഞ്ചി ഭരിച്ച ഒരു കുറച്ച നാളുകൾ മാത്രം. അത് തന്നെ നിതീഷ് കുമാർ അന്ന് 2014 തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തെ തുടർന്ന് രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതാണ്. പിന്നീടാണ് അവർ തമ്മിൽ തെറ്റുന്നതും. ജിതിൻ റാം മാഞ്ചി എന്ന് പറയുന്നത് ആ കാലം ഒഴിച്ചു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷ സമയവും അവിടെ മുഖ്യമന്ത്രി ആയിരുന്നത് നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാറിന്റെ ആ ചാഞ്ചാട്ടത്തിന്റെ കണക്കുകൾ കൂടി നമുക്ക് ആ കാർഡിലൂടെ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി എനിക്ക് തോന്നുന്നു വ്യക്തമായി തന്നെ അത് പറയാൻ കഴിയും. 1994 നിതീഷ് കുമാർ ഈ സമതാ പാർട്ടി രൂപീകരിക്കുന്നത്. സമതാ പാർട്ടി പിന്നീട് അങ്ങനെ കാര്യമായ ഒരു ഗതി പിടിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായില്ല. 96 അദ്ദേഹം BJPയുമായി സഖ്യത്തിലാവുന്നത്. ശരി, നമുക്ക് അതായത് ഏറ്റവും ചുരുങ്ങിയത് ഈ 11 വർഷത്തിനിടെയുള്ള ചാട്ടങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ അതാണ് കിരൺ സൂചിപ്പിച്ചത്. എന്തിനിങ്ങനെ ചാടുന്നു? അതായത് രാഷ്ട്രീയത്തിൽ 11 വർഷം എന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടുന്നുവെങ്കിൽ 2 ടേമിനുള്ള മാത്രം സമയമാണ്. അതിനുള്ളിലാണ് ഇത്രയധികം ചാട്ടങ്ങൾ. കിരൺ, അതെ, അത് തന്നെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. അദ്ദേഹം തുടക്കത്തിൽ 96 BJPയുമായി സഖ്യത്തിൽ വരുന്നു. അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആവുന്നു. അന്ന് ലാലുവിന്റെ രാജാണ്, ലാലു പ്രസാദ് യാദവ് ആണ് തുടർച്ചയായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലു മാറി, ലാലു ജയിലിൽ പോകുമ്പോൾ റാബ്രി ദേവി മുഖ്യമന്ത്രി ആവുന്നു. അങ്ങനെ റാബ്രി ദേവി ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ലാലുവിനേക്കാൾ കൂടുതൽ കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് റാബ്രിയാണ് ഇരുന്നത്. എന്തായാലും അത് ലാലു പ്രസാദ് യാദവിന്റെ ഭരണം തന്നെയായിരുന്നു. പൂർണ്ണമായും റാബ്രിയാണ് മുഖ്യമന്ത്രി കസേരയിലൊക്കെ ഇരുന്നത്. പിൻസി ഡ്രൈവിംഗ് തന്നെ വളരെ കൃത്യമായിട്ടായിരുന്നു. ഒരു പേരിന് മാത്രം ഒരാൾ ഇരിക്കുന്നു എന്നത് മാത്രമായിരുന്നു. അങ്ങനെ 15 വർഷം തുടർച്ചയായി ഭരിച്ച് ലാലുവിന്റെ ഭരണത്തിന് ശേഷമാണ് 2005 അവിടെ അധികാരം പിടിക്കുന്നത്. നിതീഷ് കുമാർ അധികാരം പിടിക്കുന്നത്. അത് BJPയുടെ സഹായത്തോടു കൂടി തന്നെയാണ് നിതീഷ് അധികാരം പിടിക്കുക. അന്നാണ് ആദ്യമായി അതുവരെ ലാലുവിനുണ്ടായിരുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിന്നാക്ക് OBC വോട്ട് ബാങ്ക് ആയിരുന്നു. യാദവ് വിഭാഗത്തിൽ വരുന്ന ലാലുവിന്റെ യാദവ് വിഭാഗം 10-12% മാത്രമാണെങ്കിലും അവിടെ ആകെ വരുന്ന പിന്നോക്കക്കാരുടെ ആകെ നേതാവായി നിന്നത് ലാലു പ്രസാദ് യാദവ് ആണ്. ലാലു പ്രസാദ് യാദവ് അതിനോടൊപ്പം തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് കൂടി ലാലു പ്രസാദ് യാദവിനൊപ്പം ചേരുന്നു.
മറ്റ് ലാലു പ്രസാദ് യാദവിനെ അനുകൂലിക്കുന്ന ഹിന്ദു വിഭാഗത്തിലെ മറ്റ് ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട്, അപ്രകാശിലെ തന്നെ. അവരെ എല്ലാവരെയും കൂടെ ചേർത്ത്, എന്നാലും പ്രധാന അദ്ദേഹത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ പിന്നാക്ക വോട്ട് ബേസ് ആയിരുന്നു. മറ്റൊരു സ്ഥാനത്തുണ്ടായിരുന്നത് രാംവിലാസ് പാസ്വാനാണ്. പാസ്വാന്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അവിടുത്തെ ദളിത് വോട്ട് ബേസിന്റെ ഒരു ഭാഗമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ആദ്യമായി അധികാരം പിടിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം ലാലുവിന്റെ കാലത്തെ അഴിമതി, അതിനേക്കാളപ്പുറത്തെ ഗുണ്ടായിസം, RJD കാലത്ത് വികസനമില്ലാത്ത ഒരവസ്ഥയും, ലാലുവിന്റെ ഒരു മാജിക്ക് എന്നതിനപ്പുറത്തേക്ക് അവിടെ ഭരണം കാര്യമായ തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് 2005 നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വരുന്നത്, BJPയുടെ സഹായത്തോടുകൂടി. ആ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാണ് ആദ്യമായി ഈ ബീഹാറിന്റെ മുഖം മാറ്റി. ഇപ്പോഴും ബീഹാർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറെ പിന്നിലാണ്. പക്ഷേ ലാലുവിന്റെ ബീഹാർ എന്നത് ബീമാരി സ്റ്റേറ്റ് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഒരു സമയമുണ്ട്. അത് തന്നെയാണ് ഭീമ. ഇപ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബീമാരി ശരി, ഇപ്പോഴും 50% ആളുകൾ നിരക്ഷരരൊക്കെ ഉള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലും പിന്നോക്കാവസ്ഥയിൽ ദരിദ്രരായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. പക്ഷേ ബീഹാറിന്റെ ലാലുവിന്റെ കാലം അതിലും മോശമായിരുന്നത് കൊണ്ട് തന്നെ ഈ തീരെ മോശമില്ല, വള്ളക്കാരന്റെ മകന്റെ കഥ പറയുന്നത് പോലെയാണ്. അതിനേക്കാൾ കൊള്ളാവുന്ന ഒരാളാണ് നിതീഷ് വന്നത്. നിതീഷിനെ പൊതുവെ അംഗീകരിക്കപ്പെട്ടു. നിതീഷ് അവിടെ നിന്ന് തുടർച്ചയായി തന്നെ വിജയിക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്ത് 2005-ലും 2010-ലും എല്ലാം അദ്ദേഹം തന്നെയാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 2013 ഗോവയിൽ നടക്കുന്ന BJPയുടെ എക്സിക്യൂട്ടീവിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടാനുള്ള തീരുമാനം ഉണ്ടാവുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗുജറാത്ത് കലാപത്തിന് ഉത്തരവാദിയായ ഒരാൾ, എന്നാൽ അവിടെ പ്രധാനമായും മുസ്ലിം വോട്ട് ബാങ്ക് കൂടി ചേരുന്നതാണ്. ഈ നിതീഷിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിന്നോക്കക്കാരിലെ പിന്നോക്ക വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ദളിതരിലെ അതിപിച്ചില എന്ന് പറയുന്ന വിഭാഗങ്ങൾ, EBC എന്ന് പറയുന്ന അതീവ പിന്നോക്ക വിഭാഗങ്ങൾ, ഇവരെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു നിതീഷ് ഉണ്ടായിരുന്നത്. അതിനെല്ലാം അപ്പുറത്തേക്ക് നിതീഷിനെ സംബന്ധിച്ച് ഈ ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അന്ന് ചാഞ്ചാട്ടമില്ല. നിതീഷിനെ സംബന്ധിച്ച് ഈ ഒരു നല്ല ഭരണാധികാരി എന്നുള്ളൊരു ഇമേജ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ആ സ്കൂളുകളിലേക്കൊക്കെ അധ്യാപകരെ നിയമിക്കുകയും അത്യാവശ്യം നാട്ടിൽ വികസനം കൊണ്ടുവരികയും റോഡൊക്കെ അത്യാവശ്യം നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല ഭരണാധികാരി എന്നുള്ള ഒരു വലിയ ഇമേജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ മോദി വന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായി ഇതിൽ നിന്ന് NDA സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. മോദി 2014 ഒരു പക്ഷേ ഈ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഉയർത്തിക്കാണിക്കുന്ന സാഹചര്യം. അതെ, അത് തന്നെയാണ്. ആ 2014 തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അപ്പോൾ 13 അതിന് തൊട്ട് മുന്നോടി 13 ഈ പ്രധാനമന്ത്രി സ്ഥാനം ഉയർത്തിക്കാണിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം NDAയിൽ നിന്ന് മാറുന്നത്. അങ്ങനെയാണ് 2015 മഹാഗഠബന്ധൻ ഉണ്ടാവുന്നു. ആ മഹാഗഠബന്ധൻ സർക്കാർ അധികാരത്തിൽ വരുന്നു. അതങ്ങനെ ലാലു പ്രസാദ്, അതുവരെ ചിരവൈരികളായിരുന്ന ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും തമ്മിൽ യോജിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ലാലുവിന്റെ മകൻ തേജസ്വി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുന്നു. സമയത്ത് മോദിയുടെയും BJPയുടെയും വിമർശകനായി മാറുകയും ചെയ്തു. കടുത്ത വിമർശകൻ നൽകി. BJPയുമായിട്ടൊക്കെ മറ്റു അദ്വാനി അടക്കമുള്ള നേതാക്കന്മാർ അന്ന് അദ്ദേഹം വെച്ച തന്നെ ഡീൽ ഇതാണ്: അദ്വാനിയാണ് നിങ്ങൾ മുന്നിൽ നിർത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെയാണ് മുന്നിൽ നിർത്തുന്നതെങ്കിൽ എനിക്ക് ഇതിൽ തുടരാം, പക്ഷേ ഇദ്ദേഹവുമായി മോദിയുമായി തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ബന്ധം വിട്ടുകൊണ്ട് അവിടെ രസകരമാവുന്ന കാര്യം, ഇത്തവണയും അതായത് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് അതിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ 2023 ജൂണിൽ അദ്ദേഹം പറഞ്ഞത് മോദി അധികാരത്തിൽ നിന്നിറക്കും ഞാൻ എന്നാണ്. അത് തന്നെയാണ് അഭിലാഷ്. അദ്ദേഹം ഇത് യഥാർത്ഥ ഈ നിതീഷിന്റെ ഇത്തരം പ്രസ്താവനകളൊക്കെ ആലോചിച്ചാൽ നിതീഷ് പലതവണ നിതീഷ് ഇതുവരെയും രാഷ്ട്രീയം മാറിയതിന് എനിക്ക് തോന്നുന്നു ആദ്യ തവണ നിതീഷ് ഒരു കാരണം പറയാനുണ്ടായിരുന്നു. മോദിയെ കൊണ്ടുവരുന്നത് BJPയോട് സഖ്യമാവാം, പക്ഷെ മോദി എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന BJPയുടെ ഒരു പൊതു നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ വരുന്നു, തീവ്ര നിലപാടുകളൊക്കെ ഉള്ള ഒരാൾ വരുന്നു. അതിനപ്പുറത്തേക്ക് പിന്നീട് ചാടിയ ഒരു ചാട്ടങ്ങൾക്കും നിതീഷിന് ഏതെങ്കിലും വ്യക്തമായ ഒരു കാരണം, ഇപ്പോഴടക്കം ചാടിയതിന് വ്യക്തമായ ഒരു കാരണമൊന്നും നിതീഷിന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാരണമൊന്നും നിതീഷിന് പറയാനില്ലായിരുന്നു. പക്ഷേ നിതീഷ് അങ്ങനെയൊക്കെ ചാടുമ്പോൾ പോലും നിതീഷ് എന്ന വ്യക്തിക്ക് അന്നുണ്ടായിരുന്ന ഒരു വലിയ സ്വാധീനം, മുഖ്യമന്ത്രി കസേരയിലേക്ക് നിതീഷ് അല്ലാതെ മറ്റൊരാൾ ബീഹാറിലേക്ക് മറ്റാരെക്കാളും മികച്ചൊരു മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് സ്വന്തം പാർട്ടി ശോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ശോഷിച്ചൊക്കെ പോകുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ ബന്ധവും അധികകാലം നീണ്ടില്ല. 2017 ആയതോടുകൂടി മഹാഗഠബന്ധൻ ഉപേക്ഷിച്ച് അദ്ദേഹം വീണ്ടും NDA സഖ്യത്തിലേക്ക് തന്നെ വരികയാണ്. ആ NDA സഖ്യത്തിലാണ് അദ്ദേഹം പിന്നീട് തുടർന്നത്. ഒരുമിച്ച് ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുക, അതിനുശേഷം കാലുമാറി മറിച്ച് മറ്റൊരു മുന്നണിയിലേക്ക് പോവുക, അവിടെയും മുഖ്യമന്ത്രിയാകുക. ഇത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വീടും രാജ്ഭവനും തമ്മിൽ ഏകദേശം 50-100 മീറ്ററിന് താഴെയുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് രാവിലെ നടന്നുപോയി അവിടെ രാജി പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെയാണ് വൈകുന്നേരം അടുത്ത മുന്നണിയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വരുന്നു. അപ്പോഴെല്ലാം നിതീഷ് കുമാർ അംഗീകരിക്കപ്പെട്ടു പോകുന്നു. 2017 വന്ന് 22 അദ്ദേഹം NDAയുടെ ഭാഗം വീണ്ടും ആകുന്നു. 22 മുതലാണ് NDAയുടെ ഭാഗമായി നിന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് NDAയുടെ ഭാഗമായിട്ട് നിന്നാണ്
മത്സരിച്ചത്. അതിനുശേഷമാണ് ഈ മഹാഗഠബന്ധനും സാധനങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ആ സഖ്യത്തിലേക്ക് പിന്നീട് അദ്ദേഹം വീണ്ടും ആ സഖ്യത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്നെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിലും JDU-ന് 2010 115 സീറ്റുകൾ ഉണ്ടായിരുന്നു നിയമസഭയിൽ. ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടി JDU ആയിരുന്നു. ആ JDU ആണ് 2015 എത്തുമ്പോൾ അത് 71 സീറ്റായി കുറഞ്ഞു. 2019 എത്തുമ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വെറും 43 സീറ്റുകളിൽ മാത്രം ജയിച്ച നിതീഷ് കുമാറാണ് BJP പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി ആവുന്നതും അതിനുശേഷം RJD പിന്തുണയോട് മുഖ്യമന്ത്രി. അന്ന് BJPക്ക് BJPയെ സംബന്ധിച്ച് അന്ന് 74 സീറ്റുകളും RJDക്ക് 75 സീറ്റ് കൊണ്ടെന്ന് ആയിരിക്കണം. 75 74 സീറ്റുള്ള RJDക്കോ അല്ലെങ്കിൽ BJPക്കോ ഭരിക്കണമെങ്കിൽ അവിടുത്തെ കേവല ഭൂരിപക്ഷമായ 243 അംഗ നിയമസഭയിൽ 122 സീറ്റ് വേണം. ആ 122 സീറ്റ് വേണമെങ്കിൽ അവിടേക്ക് വേണ്ടത് ഈ നിതീഷ് കുമാറിന്റെ പിന്തുണയാണ് വേണ്ടത്. ഇതാണ് നിതീഷ് വളരെ കൃത്യമായി ഉപയോഗിച്ചത്. ഞാൻ ആർക്കും പിന്തുണ തരാൻ തയ്യാറാണ്, ആരുടെ കൂടെ ചേരാൻ തയ്യാറാണ്, ഒറ്റ കണ്ടീഷൻ മാത്രം, എനിക്ക് മുഖ്യമന്ത്രി ആവണം. പിന്നെ ദീർഘകാലം BJPയുമായി ഭരിച്ചപ്പോൾ സുശീൽ കുമാർ മോദിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി തന്നെ ഒരുവിധം യോജിച്ചു പോകുന്നത്, എങ്ങനെ നിതീഷിനെ കൈകാര്യം ചെയ്ത് പോകാം എന്നൊക്കെ നന്നായി അറിയുന്ന ഒരാളായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് ആളുകളൊക്കെ മാറി കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരായി മറ്റ് ആളുകളൊക്കെ വരുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തെറ്റ് ഈ സുശീൽ കുമാർ മോദിയുമായും നിതീഷ് കുമാറുമായിട്ടുള്ള ഒരു ബന്ധം രേണു സിംഗ് ഒക്കെ വരുന്നതോടുകൂടിയാണ് സ്വാഭാവികമായി ആ ബന്ധത്തിലൊക്കെ ഉലച്ചിലുണ്ടാകും, അദ്ദേഹം വീണ്ടും മാറ്റമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആണ് അദ്ദേഹത്തിന്റെ ഈ 11 വർഷത്തിനിടയിൽ ഇത് 5ാം ചാട്ടത്തിലാണ്. ഈ ചാട്ടത്തിനിടയിലുള്ള ഉള്ള ഒരു പ്രത്യേകത, എല്ലാ ചാട്ടവും മുഖ്യമന്ത്രി കസേര ഇല്ല, എങ്ങനെ വീണാലും 4 കാലിൽ എന്ന് പറയുന്നത് പോലെ നിതീഷ് കുമാർ ഏത് ചാട്ടം ചാടിയാലും വീഴുന്നത് മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെയാണ്. അത്തരം ഒരു ചാട്ടമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചാടിയത് നമുക്ക് എന്തായാലും വിശദമായി തന്നെ തീർച്ചയായും. അതായത് ഇപ്പോഴും ബീഹാറിലെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് RJD ആണ്, രണ്ടാമത്തെ കക്ഷി എന്നത് BJP ആണ്, 3ാം സ്ഥാനത്തുള്ള JDU-വിന്റെ നിതീഷ് കുമാറാണ് മഹാസഖ്യത്തെ തകർത്തുകൊണ്ട് NDAയുടെ ഭാഗമായി ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെ സുശാന്ത് ബാബു ആയിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ പാൽത്തു കുമാറായി മാറുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സുശാസൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹം നല്ല ഭരണമൊക്കെ കാഴ്ചവെക്കുന്ന അവിടുത്തെ ഏറ്റവും ജനപ്രിയനായ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വിശേഷം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ പാൽത്തു കുമാർ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ലാലുവാണ് ആദ്യം വിളിച്ചത്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ ഏറെ ഈ കാര്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും അല്ലെങ്കിൽ പ്രസംഗത്തിലും എല്ലാം വളരെ ശ്രദ്ധിക്കുകയും, അങ്ങനെ അദ്ദേഹം ഒരു വലിയ ഒറേറ്ററും ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ അളന്ന് മാത്രം പറയുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ കഴിഞ്ഞ അടുത്ത കാലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകളൊക്കെ തുടർച്ചയായിട്ടുണ്ടായത്. അദ്ദേഹം തന്നെയാണ് ഒരു വേദിയിൽ വെച്ച് ഒരു മന്ത്രിയെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം വിളിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹമല്ല മുഖ്യമന്ത്രി അല്ല എന്ന് വേദിയിൽ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഞാൻ പാൽത്തു CM അല്ലേ എന്നുണ്ട്. പാൽത്തു CM എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക്, അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചാട്ടക്കാരൻ എന്നുള്ള, ഏത് സമയവും എങ്ങോട്ടും ചാടുന്ന ഒരു അവസരവാദി എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് വേണ്ടി പറയുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നത്. അന്നാണ് അദ്ദേഹം ഈ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു യോഗത്തിൽ വെച്ച് പറയുന്നത്, ആഭ്യന്തരമന്ത്രി എവിടെ, അദ്ദേഹത്തെ വിളിക്കൂ എന്നൊക്കെ പറയുന്നത്. ഇടയ്ക്ക് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ കൂടി, അതിൻ്റെയൊക്കെ കൂടി ഫലമാണ് ഇപ്പോഴത്തെ അവസാനത്തെ കാലത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്നുകൂടി സംശയിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ നിതീഷ് കുമാർ ഇനി BJPയിലേക്ക് പോയാൽ പോലും നിതീഷ് കുമാറിനെ സംബന്ധിച്ച് തന്റെ പാർട്ടി ദുർബലമായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ദുർബലമായി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇനി ആ സ്ഥാനം ഇനി അധികകാലം സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം, വിഷയങ്ങളടക്കമാണ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടത്. എന്തായാലും ഓന്തിനെ തോൽപ്പിക്കുന്ന പ്രകടനമാണ് നിതീഷ് കുമാർ കാഴ്ചവെക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ, അത് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളും ഇതേ തരത്തിലാണ്. ഇപ്പോൾ എതിരാളികളായിട്ടുള്ളവർ നാളെ സുഹൃത്തുക്കളായിരിക്കും, ഇന്നലെ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇപ്പോൾ എതിരാളികളായി മാറുന്നത്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ ആണ് ഇന്ന് ഇലക്ഷൻ ചാനലിൽ വിശദമായി പരിശോധിക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇന്നലെ വീണ്ടും നിതീഷ് കുമാർ രാജിവെച്ച് മുഖ്യമന്ത്രിയായതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ മുന്നണിയിലെ ആശങ്കയാണ്. കിരൺ, ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത ഏറ്റവും തലമുതിർന്ന ഇന്ത്യയിലെ നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. അതാണ് ഞാനും തുടക്കത്തിൽ സൂചിപ്പിച്ചത്. 6 മാസങ്ങൾക്ക് മുമ്പ് നിതീഷ് കുമാർ പറഞ്ഞത് നരേന്ദ്രമോദിയെ ഈ സഖ്യം താഴെ ഇറക്കിയിരിക്കും എന്നാണ്.
അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യം എന്ന് പറയാൻ കഴിയില്ല. ആ ഒരു കൂട്ടായ്മയ്ക്കൊക്കെ ആദ്യം രൂപം കൊടുത്തതും അതിന് മുന്നിൽ നിന്ന ആള് നിതീഷ് കുമാർ തന്നെയായിരുന്നു. ഇതിനു മുമ്പും ഒക്കെ ഈ മൂന്നാം മുന്നണി തീരുമാനങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിലൊക്കെ നിതീഷിന്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളതാണ്. നിതീഷ് NDA പക്ഷത്ത് നിൽക്കുമ്പോഴും നിതീഷിന് ഒരു മതേതര പ്രതിച്ഛായയും അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളിലേക്കളൊക്കെ ഇന്ത്യയിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ എന്നുള്ള, അല്ലെങ്കിൽ BJP ഇതര ചേരിയിൽ നിന്ന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള ഒരു പ്രതിച്ഛായ എപ്പോഴും ഉണ്ടായിരുന്നു. ആ തരത്തിലേക്കുള്ള പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതും അദ്ദേഹം ഈ കെജ്രിവാളിനെയും മമതയും ഒക്കെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ സഹായിച്ചത് അദ്ദേഹം തന്നെയാണ്. അത്തരം ഒരു കൂട്ടായ്മയ്ക്കൊക്കെ മുൻനിർന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീടുണ്ടായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം ആഗ്രഹിച്ചതിന് സ്വാഭാവികമായി അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ പേര് ഉയർത്തിക്കാട്ടും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അല്ലെങ്കിൽ കൺവീനർ സ്ഥാനത്തേക്ക് തൻ്റെ പേര്, ഇപ്പോൾ കഴിഞ്ഞ തവണ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് മമതാ ബാനർജിയുടെ അഭിപ്രായം കൂടി തേടിയിട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും അന്നും പറയുന്നൊരു കാര്യം, കോൺഗ്രസ്സുകാർക്ക് ഈ സ്ഥിരം ചാട്ടക്കാരനായ നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിട്ട്, ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്ത്യ മുന്നണി തകർന്നു പോയെന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെ ഒരു തീരുമാനം എടുത്താലും ഇല്ലെങ്കിലും ഒക്കെ നിതീഷ് കുമാറിന്റെ ചാട്ടത്തിന് അത്തരം കാരണങ്ങളും അത് ആ ഒരു സ്ഥാനം കിട്ടിയത് കൊണ്ട് ചാടാതിരിക്കുന്ന ഒരാളെന്നുമല്ല, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ചാടി. അതിന് കൃത്യമായി നിതീഷിന് എല്ലാ കാലത്തും പറയാം. നിതീഷ് അങ്ങനെ വലിയ കാരണങ്ങളൊന്നും വേണ്ട പറയാൻ. ഇപ്പോൾ ഈ ചാടിയതിനാലും ഇതിനു മുമ്പ് BJP സഖ്യം വിട്ടതിനാലും അങ്ങനെ നിതീഷിന് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഇപ്പോഴും പറഞ്ഞത് അങ്ങനെയാണ്. മഹാസഖ്യത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്ര ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നൊരവസ്ഥ. ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ ആകമാനം BJPക്ക് അനുകൂലമായ ഒരു വലിയ തരംഗമുണ്ടായി എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇനി ഇത്തവണ മഹാഗഠബന്ധന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത MP സ്ഥാനത്തേക്ക് വരുന്നവരുടെ JDUവിന്റെ MP സ്ഥാനങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വലിയ ആശങ്ക. അത് മാത്രമല്ല, ഇനി വിജയിച്ചാൽ പോലും പ്രധാനമന്ത്രി എന്ന സ്വപ്നം സഫലമാവുകയുമില്ല. സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് തന്നെ അത് ബോധ്യപ്പെട്ടു. കോൺഗ്രസ് കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട പാർട്ടിയായി വരേണ്ടത് ഒന്നുകിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ DMK ആണ്. ഈ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മമതയ്ക്ക് അഡവന്റ് സ്റ്റാൻഡുള്ള ഒരു ആൾ കൂടിയാണ്. മമതയ്ക്ക് ഒരു കാരണവശാലും നിതീഷ് കുമാറിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് അവർ വ്യക്തമാക്കി. ഒരു ദളിത് പ്രധാനമന്ത്രി വരട്ടെ, അങ്ങനെ ഒരാളാട്ടെ നമ്മളെ നയിക്കേണ്ടത്, അത് ഖാർഗെ ആവട്ടെ എന്നൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ മമത തന്നെയാണുള്ളത്. അന്ന് ആകെ യോഗത്തിൽ മമതയും അവിടെ നിതീഷിനെ വളരെ കൃത്യമായി മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അതെ, അത് തന്നെയാണ്. മമതയെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്കും ഈ ഒരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടാവും. നിതീഷിനെ സംബന്ധിച്ചൊരു വിശ്വാസ്യതയുടെ പ്രശ്നം, ജനങ്ങൾക്കിടയിൽ ഈ പ്രതിച്ഛായൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് നിരന്തരമായ ചാട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായും അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്റെ ഒരു അപ്രമാദത്വം ഒന്നും അംഗീകരിക്കില്ല. അവസാനം വന്നു കഴിഞ്ഞാൽ എണ്ണമായിരിക്കും പ്രധാനം. എണ്ണം ബീഹാറിലെ 40 എണ്ണത്തിൽ മത്സരിക്കണമെങ്കിൽ അവിടെ കൂടെ മത്സരിക്കാൻ RJD ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഇതിനൊന്നും പോരാഞ്ഞ് ഇടതു പാർട്ടികളുണ്ട്. ഈ ഇടതു പാർട്ടികൾ തന്നെ CPI ML ഉണ്ട്, CPM CPI, ഇവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കണം. ഇവർക്കെല്ലാം സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 40 സീറ്റിൽ JDUവിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ താൻ നിൽക്കണോ എന്നുള്ള ആശങ്ക. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ എത്തിയാൽ പോലും ആകെയുള്ള എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അതാണ് ഒന്നാമത്തെ ആശങ്കയുടെ ഒരു കാരണം. അടുത്തത് പിളർത്താൻ BJP മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഓപ്പറേഷൻ കമലം എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണ് എന്നത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന നേതാവാണ്. മാത്രവുമല്ല, ഇപ്പോൾ പോലും നിയമസഭയിൽ 45 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അവിടെ BJP മറ്റ് കളികളിലേക്ക് പോകും എന്ന് നിതീഷ് കുമാർ ആശങ്കപ്പെട്ടിരുന്നു. അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ നിലവിലുള്ള MP മാർ കഴിഞ്ഞ തവണ 40 സീറ്റിൽ 39 സീറ്റും ജയിച്ചത് NDA സഖ്യമാണ്. അന്ന് NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ നിതീഷ് കുമാർ കൂടിയുള്ള NDA സഖ്യമായിരുന്നു. ആകെ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. RJDയെ സംബന്ധിച്ച് ദയനീയമായ പരാജയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായത്. 0 സീറ്റിലേക്കൊക്കെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്ക് തകർന്നു വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ആ വിജയത്തിലൊക്കെ ശേഷമാണ് ഇദ്ദേഹം ഈ ചാട്ടമൊക്കെ ചാടിയെന്നുള്ളത് വേറെ കാര്യം. എന്തായാലും അങ്ങനെ നിൽക്കുന്നൊരു സ്ഥലത്ത് ഇപ്പോൾ അവിടെ നിൽക്കുന്ന JDUവിന്റെ MP മാരിൽ 7 MP മാരെ സംബന്ധിച്ച് അവർ BJPയുമായി അടുപ്പം പുലർത്തുന്ന MP മാരാണ്. ഈ MP മാർക്ക് സ്വാഭാവികമായും ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് അതിൽ തന്നെ ഈ OBC വോട്ടുകളും പിന്നോക്ക വോട്ടുകളും മാത്രം ജയിക്കുന്ന MP മാർ ഒഴികെയുള്ള, അല്ലെങ്കിൽ അതിൽ BJPയുമായി അപ്പർ കാസ്റ്റ് വോട്ട് കൂടി ലഭിക്കേണ്ട ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ആ MP മാർക്കൊക്കെ സ്വാഭാവികമായും ആശങ്കയുണ്ട്. അവരെ പിളർത്തിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം BJP ശക്തമായി നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് RJDയെ സംബന്ധിച്ച് RJD ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ പാർട്ടി, ബീഹാർ നിയമസഭയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയ്ക്ക് RJD മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന RJDയുമായി മഹാഗഠബന്ധനിൽ ഏർപ്പെട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ RJDക്ക് മുഖ്യമന്ത്രി പദം നൽകേണ്ടി വരും.
അത് തന്നെയാണ് RJDക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കൊടുക്കേണ്ടി വരും. അതാണ് ഈ മൂന്നാമത്തെ ആശങ്ക. പാർട്ടിയെ ഒരു സൈഡിൽ നിന്ന് BJP പിളർത്താൻ ശ്രമിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് RJD ഒരു വിഭാഗത്തിന്റെ കൂടി ഉള്ളിൽ ലല്ലൻ സിംഗിനെയൊക്കെ മാറ്റുന്നതിനെ, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ലല്ലൻ സിംഗിനെ മാറ്റുന്നതിന് അതുകൊണ്ടാണ് അത്തരത്തിലേക്കുള്ള നീക്കത്തിനൊക്കെ ലല്ലൻ സിംഗൊക്കെ തയ്യാറാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാണ് മാറ്റി അദ്ദേഹത്തെ എടുക്കുന്നത്. ഇതിലൊക്കെ പ്രധാനം നാലാമത്തെ ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ മുഖ്യ അനുയായികളുടെ നിലപാടാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിമാരായ വിജയ്കുമാർ ചൗധരി, അശോക് കുമാർ ചൗധരി, സഞ്ജയ് കുമാർ ഝാ, ഈ മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ, നേരത്തെ പ്രശാന്ത് കിഷോറിന്റെ ഉപദേശമായിരുന്നു, അദ്ദേഹം വിട്ടുപോയ ശേഷം ഈ മൂന്ന് പേരാണ് പ്രധാനമായും അവിടെ നിതീഷ് കുമാറിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പഴയ നിതീഷ് കുമാറിനോട് നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് ചില സമയത്തൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങളും ഓർമ്മയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന നേതാക്കൾ, ഈ നേതാക്കളെല്ലാം തന്നെ ഇവരിൽ പലർക്കും EDയുടെ അന്വേഷണം നേരിടാൻ സാധ്യതയുള്ള നേതാക്കളാണ്. ഈ വിജയകുമാർ ചൗധരിയുടെയൊക്കെ ബന്ധുവിന്റെ വീട്ടിലേക്ക് ED അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ ഇവരെല്ലാവരും വ്യവസായ താല്പര്യങ്ങൾ കൂടി, മറ്റു പല വ്യവസായ താല്പര്യങ്ങൾ കൂടി ഉള്ളവരാണ്. അവരെ സംബന്ധിച്ചൊരു വലിയ ആശങ്കയായിരുന്നു BJPയെ പിണക്കിക്കൊണ്ട് ഇനി മുന്നോട്ട് പോയാൽ ഇനി നേരെ വരാൻ പോകുന്നത് ഞങ്ങളുടെ നേരെയുള്ള ED അന്വേഷണങ്ങളാണ്, ഞങ്ങളുടെ മറ്റ് വ്യവസായ താല്പര്യങ്ങൾക്കുമൊക്കെ അതിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇവരുടെ ഒരു വലിയ സമ്മർദ്ദം കൂടിയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, മാറ്റത്തിലേക്ക് തയ്യാറായെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ പ്രശാന്ത് കിഷോറിന്റെ കാര്യം സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഈ നിതീഷിന്റെ ഭാവിയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും വളരെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് പ്രശാന്ത് കിഷോർ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് JDU BJP ബാന്ധവം ഒരു വർഷത്തിനപ്പുറം പോകില്ല എന്നാണ്. അതിനിടയിലാണല്ലോ കിരൺ ഈ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുന്നത്. അതോടുകൂടി BJP കൃത്യമായ ഒരു കളം പിടിച്ചാൽ, BJPയുടെ ഒരു പൊതു സ്വഭാവം എന്നത് ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനപ്പുറം ഒരു ഭാവിയില്ല എന്ന് തന്നെയാണോ? അത് പ്രശാന്ത് കിഷോർ വളരെ കൃത്യമായി തന്നെയാണ്. വളരെ നേരത്തെ തന്നെ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഈ JDUവിന് ഇത്തരത്തിലേക്ക് ഒരു വലിയ സഖ്യത്തിലേക്കൊക്കെ നയിച്ച ആൾ ഈ പ്രശാന്ത് കിഷോർ തന്നെയാണ്. അദ്ദേഹമായിരുന്നു അന്ന് പ്രധാനമായും നിതീഷ് കുമാറിന്റെ ഉപദേശകനും ഇത്തരത്തിലേക്കുള്ള ബന്ധത്തിലേക്ക് അത്ഭുതകരമായ വിജയത്തിലേക്കൊക്കെ അവരെ നയിച്ചതിന്റെ പ്രധാനപ്പെട്ട ആൾ. പക്ഷേ പിന്നീട് പ്രശാന്ത് കിഷോറുമായിട്ടുള്ള ബന്ധം മോശമാവുകയും അദ്ദേഹത്തെ വിട്ടുപോവുകയും ഒക്കെ ചെയ്തു. പ്രശാന്ത് കിഷോർ വളരെ കൃത്യമായി പറയുന്നത് ഈ ബന്ധത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പരമാവധി 6 മാസം, അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് നിതീഷും ലാലു പ്രസാദ് യാദവും, നേരത്തെ തന്നെ കിരൺ അത് സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു, ഈ 2 പേർ ആണ് ബീഹാറിന്റെ മുഖങ്ങൾ എന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ലാലു പ്രസാദ് യാദവ് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇതുവരെയും BJPയുമായി കൂട്ടുകൂടിയിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഇവർ രണ്ടുപേരും ഒരേ ധാരയിൽ നിന്ന് വന്ന രണ്ടുപേരാണ്. ഇപ്പോൾ ഭാരതരത്നം കൊടുത്ത കർപ്പൂരി താക്കൂറിന്റെ ശിഷ്യന്മാരാണ് ഇവർ രണ്ടുപേരും. JP മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ്. JPയുടെ ശിഷ്യന്മാർ തന്നെയാണ് നിതീഷ് ആയാലും ലാലു ആയാലും അതോടൊപ്പം തന്നെ രാംവിലാസ് പാസ്വാൻ ആയാലും. ഇവരെല്ലാം ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഇവരെല്ലാം നമ്മൾ ആലോചിക്കണം, 10-35 വയസ്സുള്ളപ്പോൾ ലാലും നിതീഷും ഒക്കെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന വലിയ നേതാക്കളാണ്. ഇവർക്കൊക്കെ ഇപ്പോഴും നിതീഷിന് ഇവരെല്ലാം 70കളിൽ നിൽക്കുന്ന നേതാക്കൾ മാത്രമാണ്. 10-40 വർഷമായി ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ നേതാക്കളാണ്. ആ ചെറുപ്പത്തിൽ തന്നെ യുവ തുർക്കികളായി ഉയർന്നു വന്ന നേതാക്കളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇന്ത്യയിലെ പ്രധാന പാർട്ടികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ, ഇടതു പാർട്ടികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ RJD, ലാലു പ്രസാദ് യാദവിന്റെ RJDയും മുലായം സിംഗ് യാദവിന്റെ SPയും മാത്രമാണ് BJPയുമായി ഇതുവരെയും ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിച്ചിട്ടില്ലാത്ത നേതാക്കൾ. മറ്റു നേതാക്കളെല്ലാം ഏറെക്കുറെ ഏതെങ്കിലുമൊക്കെ കാലത്തിൽ, അതിന് മമതയായാലും DMK ആയാലും ഇവരെല്ലാം ഏതെങ്കിലുമൊക്കെ കാലത്തിൽ BJPയുമായി സഖ്യത്തിൽ വരികയും ഭരണത്തിലിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ 2 പാർട്ടികൾ, പ്രത്യേകിച്ച് ലാലുവിനെ സംബന്ധിച്ച് ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരിക്കൽ പോലും BJP രാഷ്ട്രീയവുമായി, സംഘപരിവാർ രാഷ്ട്രീയവുമായി ഒരു തരത്തിലും ബന്ധം സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്വാനിയുടെ രഥയാത്ര അടക്കം സമസ്തിപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ആ രഥയാത്ര നിർത്താനുള്ള വലിയ തീരുമാനമൊക്കെ അന്നത്തെ സംബന്ധിച്ചിടത്തോളം എടുത്ത ഒരു നേതാവ് കൂടിയാണ്. ഈ നിതീഷിന്റെ കാര്യം പറയുമ്പോൾ നിതീഷിന് മാത്രമല്ല, സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിലുള്ള പല നേതാക്കളെ സംബന്ധിച്ച് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള നേതാക്കളൊക്കെ അഴിമതിക്കെതിരെ വലിയ മൂവ്മെന്റ് ഒക്കെ നടത്തുന്ന നേതാക്കളൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെയും അവരിൽ പലപ്പോഴും ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ നെഹ്റുവിന്റെ ലോഹി അടക്കമുള്ളവർ ആദ്യമായി സംവരണമൊക്കെ ആവശ്യപ്പെട്ട ആളാണ് ലോഹിയ. പക്ഷേ അന്ന് ജനസംഘവുമായി ചേർന്നാണ് അദ്ദേഹം നെഹ്റുവിന്റെ സർക്കാരിനെതിരെയുള്ള സമരങ്ങളും ഒക്കെ നയിച്ചത്. പിന്നീട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരം നയിക്കുമ്പോഴും ഇവരെല്ലാം നിന്നത് ജനസംഘത്തിന്റെ കൂടെ അന്ന് നിൽക്കാൻ തയ്യാറാവുന്നു. അന്ന് BJPയുടെ മുൻ രൂപത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നു. പിന്നീട് BJP വന്നപ്പോഴായാലും അന്ന് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വലിയ തിളയ്ക്കുന്ന തൊഴിലാളി നേതാവായ ഇന്ത്യയിലെ യുവ തുർക്കിയൊക്കെ ആയിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആണ് അന്ന് NDAയുടെ കൺവീനറായി നിന്നുകൊണ്ട് NDA നയിക്കാൻ. അപ്പോൾ ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് നേതാക്കളെ ഉപയോഗിച്ച് തന്നെയാണ്, ആ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ പ്രധാന നേതാക്കളെ ഉപയോഗിച്ച് തന്നെയാണ്
BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സമൂഹത്തിൽ നിന്ന് മാറി നിന്നിരുന്ന അല്ലെങ്കിൽ ഒരു സമൂഹം അടുക്കാൻ മടിച്ചിരുന്ന ആളുകളെ ഒരു പൊതു സ്വീകാര്യതയിലേക്കൊക്കെ എത്തിച്ചതിൽ പലപ്പോഴും അവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കൃത്യമായി BJP ഉപയോഗിക്കുകയായിരുന്നോ, ഇവർ അവരെ ഉപയോഗിക്കുകയായിരുന്നോ ഒക്കെ പിന്നീടുള്ള ചോദ്യം. എന്തായാലും അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടാക്കുന്നതിൽ BJPക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അവിടെയാണ് ലാലു പ്രസാദ് യാദവ് എന്ന നേതാവ് വ്യത്യസ്തനായി നിൽക്കുന്നത്. എല്ലാ കാലത്തും BJP വിരുദ്ധ നിലപാട് ഇന്ത്യയിൽ ഒരു നേതാവ് ഉറപ്പിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്തെല്ലാം തിരിച്ചടികൾ നേരിട്ടപ്പോഴും BJPയുമായി സഖ്യമില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അത് ലാലു പ്രസാദ് യാദവ്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന സാഹചര്യമാണ് ഉള്ളത്. ഒന്ന്, ഒരു സംസ്ഥാനത്തു കൂടി ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യ മുന്നണിയിൽ പിളർപ്പുണ്ടാക്കി അടുത്ത ലോക്സഭയിൽ നേട്ടം എന്നത്. അങ്ങനെയല്ലേ? അത് തന്നെയാണ് അഭിലാഷ്. ഏറ്റവും പ്രധാനപ്പെട്ട വെടി എന്ന് പറയുന്നത് ബീഹാർ ഒന്നുമല്ല, അത് ഇന്ത്യ മുന്നണിക്ക് നേരെയുള്ള, കോൺഗ്രസിന് നേരെയുള്ള വെടി തന്നെയാണ് ഏറ്റവും പ്രധാനം. അതാണ് കൃത്യമായി ഇന്ത്യ മുന്നണിയൊക്കെ നയിക്കാൻ വരുന്ന ഏറ്റവും കരുത്തനായ നേതാവെന്ന നിതീഷ് കുമാറിനെ തന്നെ തട്ടിയെടുത്തോടുകൂടി ഇന്ത്യ മുന്നണിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അത് തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ കാലം കൊണ്ട് വലിയ പ്രയാസമാണ്. ആ ഇന്ത്യ മുന്നണി ഒരു ജയിക്കാൻ പോകുന്ന മുന്നണിയല്ല. അങ്ങനെ എവിടെയെങ്കിലും തോന്നലുണ്ടെങ്കിൽ അതിനെ അമ്പാടെ തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ തന്നെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ നീക്കമാണ് BJP നടത്തിയത്. അവർ ബീഹാറിനപ്പുറം മറ്റൊന്ന്, ബീഹാറിൽ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു ഇരട്ട എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൂടി NDA സർക്കാർ അധികാരത്തിൽ വരുന്നു. ബീഹാറിൽ അങ്ങനെ ഒരു സർക്കാർ, ഈ ലോക്സഭയിലേക്ക് അവിടുന്ന് കിട്ടാവുന്ന സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം 39 കിട്ടിയതാണ്. ഈ തവണ അത് കൂടാനൊന്നുമില്ല. ഉള്ളതിൽ കുറെയെങ്കിലും നിലനിർത്താനെങ്കിലും ഒരു പരിധിവരെ നിലനിർത്താൻ കഴിയും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇന്ത്യ മുന്നണിയുടെ ശക്തിയെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ നേട്ടമായി കാണാവുന്നത്. അവിടെ ഒരു മറുഭാഗമുള്ളത് തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളമാണ്. അതായത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ അംഗബലമുള്ളത് ഇപ്പോൾ RJDക്കാണ്. എന്നാൽ JDU ഇല്ലാതായാൽ അവിടേക്ക് BJP ആയിരിക്കും വളർന്നു വരിക. അങ്ങനെ രണ്ട് പാർട്ടികൾ എന്ന നിലയിലേക്ക് വീണ്ടും ബീഹാർ മാറിയാലും തേജസ്വി നേട്ടമുണ്ടാക്കും. അതുതന്നെയാണ്. ഇതുവരെയും നിതീഷ് കുമാർ ആയിരുന്നു ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ലാലുവിന്റെ കാലം കഴിഞ്ഞു, സ്വാഭാവികമായി ഇനി ലാലുവിന് അവസരമില്ല. നിതീഷ് കുമാറിനെതിരെ ആര് എന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ച് അത്തരം ഒരു നേതാവിനെ ഇതുവരെയും അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വീകാര്യതയുള്ള ഒരു നേതാവില്ല. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അവിടെയാണ് ഇനി തേജസ്വി യാദവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. നിതീഷിന്റെ കാലം ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു തവണ കൂടുതലൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതിയിലൊക്കെ എന്തായാലും ആ ത്തിലേക്കായിരിക്കും ആളുകൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയും വല്ലാതെ ദുർബലമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം ഒരവസ്ഥയിൽ നിതീഷ് കഴിഞ്ഞാൽ ആരാണ് ബീഹാറിന്റെ നേതാവ് എന്ന ചോദ്യത്തിലേക്ക് തേജസ്വി യാദവ് വളരെ ഉയർന്നു വരികയാണ്. തേജസ്വി ഇന്നലെ പറഞ്ഞ കമന്റ് തന്നെ പ്രധാനമാണ്. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത്തരമൊരു പവറിലേക്ക്, അത്തരമൊരു ശക്തിയിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട് ലാലുവിനെ സംബന്ധിച്ചും RJDയെ സംബന്ധിച്ചും ഇപ്പോഴത്തെ അധികാര നഷ്ടം യഥാർത്ഥത്തിൽ അവർക്ക് ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു നഷ്ടമായി വിലയിരുത്താനും കഴിയില്ല. എന്തായാലും രാഷ്ട്രീയം അവസരങ്ങളുടെ കല എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ആയാറാം ഗയാറാം എന്ന സമീപനം സ്വീകരിക്കുന്നവർ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിട്ടവർ ആണ്. എന്നാൽ 2024 എത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്ന ഒന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ നാളെ എന്നൊന്ന് രാഷ്ട്രീയത്തിൽ ഇല്ല. ഇന്ന് എന്നത് മാത്രമാണ് പ്രധാനം. അധികാരം ഉറപ്പിക്കാൻ ഇന്ന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. നാളെ പ്രവചനാതീതം ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിതീഷ് കുമാറും അത് തന്നെയാകാം ചെയ്തിട്ടുണ്ടാവുക. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.